സുഹൃത്തുക്കളെ, മാജിക് 5 ഡെയിലി PSC ക്ലാസ്സിൻ്റെ 11ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച തൂലികാനാമങ്ങൾ നമുക്കൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് K. ശ്രീകുമാർ, കാക്കനാടൻ, ജോർജ് വർഗീസ്, സിനിക്ക്, M. വാസുദേവൻ നായർ, അഭയദേവ്, അയ്യപ്പൻ പിള്ള, അരുണൻ, SK പൊറ്റക്കാട്, ആചാര്യൻ, ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി, R. സു, R. സുരേന്ദ്രൻ, ഇടമറുക്, TC ജോസഫ്, EM കോവൂർ, K. മാത്യു ഐപ്പ്, MP അയ്യപ്പൻ, മേടയിൽ പൊന്നപ്പൻ, MN പാലൂർ, മാധവൻ നമ്പൂതിരി, കൽക്കി, R. കൃഷ്ണമൂർത്തി, സുരാസു, ബാലഗോപാലൻ, കുഞ്ഞുണ്ണി, അധികാരത്ത് കുഞ്ഞുണ്ണി നായർ, ചന്ദ്രമതി, ഡോക്ടർ B. ചന്ദ്രിക, മുല്ലനേഴി, നീലകണ്ഠൻ നമ്പൂതിരി അല്ലെങ്കിൽ MN നീലകണ്ഠൻ, വിലാസിനി, MK മേനോൻ, പവനൻ, PV നാരായണൻ നായർ, ഉറവങ്കര, നീലകണ്ഠൻ നമ്പൂതിരി, കുറ്റിപ്പുറം, കേശവൻ നായർ, VC, ബാലകൃഷ്ണ പണിക്കർ, നാലപ്പാട്ട്, നാരായണ മേനോൻ, P. കുഞ്ഞിരാമൻ നായർ, അക്കിത്തം, അച്യുതൻ നമ്പൂതിരി, ഒളപ്പമണ്ണ, സുബ്രഹ്മണ്യൻ നമ്പൂതിരി, കോവിലൻ, VV അയ്യപ്പൻ, ഉറൂബ്, PC കുട്ടിക്കൃഷ്ണൻ, നന്ദനാർ, PC ഗോപാലൻ, മാധവിക്കുട്ടി, കമല സുരയ്യ അല്ലെങ്കിൽ കമലാദാസ്, AT കോവൂർ, എബ്രഹാം തോമസ്, ഇടശ്ശേരി, ഗോവിന്ദൻ നായർ, ചെറുകാട്, ഗോവിന്ദ പിഷാരടി, തകഴി, S. ശിവശങ്കരപ്പിള്ള, സഞ്ജയൻ, M. രാവുണ്ണി നായർ, കോഴിക്കോടൻ, M. അപ്പുക്കുട്ടൻ നായർ, സുമംഗല, ലീല നമ്പൂതിരിപ്പാട്, പമ്മൻ, R. പരമേശ്വരൻ നായർ, പാറപ്പുറത്ത്, K. ഇ. മത്തായി, തിക്കൊടിയൻ, കുഞ്ഞനന്ദൻ നായർ, കേസരി, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ, പ്രേംജി, MP ഭട്ടതിരിപ്പാട്, ഇടപ്പള്ളി, രാഘവൻ പിള്ള, വയലാർ, രാമവർമ്മ, NN കക്കാട്, നാരായണൻ നമ്പൂതിരി, കടമ്പനിട്ട, രാമകൃഷ്ണൻ, തുളസീവനം, R. രാമചന്ദ്രൻ, ഇന്ദുചൂടൻ, KK നീലകണ്ഠൻ, അയ്യനേത്ത്, പത്രോസ്, ഏകലവ്യൻ, KM മാത്യൂസ്, ആനന്ദ്, സച്ചിദാനന്ദൻ. അപ്പോൾ നമുക്ക് പുതിയൊരു 5 കൂടി പഠിക്കാം. മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് മാധവൻ നായർ, തോപ്പിൽ ഭാസി, ഭാസ്കരപിള്ള, ഓംചേരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് N. നാരായണൻ പിള്ള, മലബാറി, അബൂബക്കർ, സൈക്കോ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് E. അഹമ്മദ്. റിപ്പീറ്റ് ചെയ്യുന്നു: മാലി, മാധവൻ നായർ, തോപ്പിൽ ഭാസി, ഭാസ്കരപിള്ള, ഓംചേരി, N. നാരായണപിള്ള, മലബാറി, അബൂബക്കർ, സൈക്കോ, E. അഹമ്മദ്. റിപ്പീറ്റ് ചെയ്യുന്നു, കൂട്ടത്തിൽ പറയുക: മാലി, മാധവൻ നായർ, തോപ്പിൽ ഭാസി, ഭാസ്കരപിള്ള, ഓംചേരി, N. നാരായണൻ പിള്ള, മലബാറി, അബൂബക്കർ, സൈക്കോ, E. അഹമ്മദ്. റിപ്പീറ്റ് ചെയ്യുന്നു: മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് മാധവൻ നായർ, തോപ്പിൽ ഭാസി, ഭാസ്കരപിള്ള, ഓംചേരി, N. നാരായണൻ പിള്ള, മലബാറി, അബൂബക്കർ, സൈക്കോ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് E. അഹമ്മദ്. അപ്പോൾ നമുക്ക് ഇത്രയൊന്ന് കാണാതെ നോക്കാം. മാലി, മാധവൻ നായർ, തോപ്പിൽ ഭാസി, ഭാസ്കരപിള്ള, ഓംചേരി, N. നാരായണൻ പിള്ള, മലബാറി, അബൂബക്കർ, സൈക്കോ, E. അഹമ്മദ്. അടുത്തായി പഠിച്ചിരുന്നത് ജീവശാസ്ത്ര പഠനങ്ങളാണ്. അവ നമുക്ക് വേഗത്തിലൊന്ന് റിപ്പീറ്റ് ചെയ്യാം. സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനം, ബോട്ടണി, ജന്തുക്കൾ, സുവോളജി, സൂക്ഷ്മജീവികളെക്കുറിച്ചുള്ള പഠനം, മൈക്രോബയോളജി, ഫംഗസുകൾ, മൈക്കോളജി, വൈറസുകൾ, വൈറോളജി, ബാക്ടീരിയ, ബാക്ടീരിയോളജി, ആൽഗകളെക്കുറിച്ചുള്ള പഠനം, ഫൈക്കോളജി, പന്നലുകൾ, ടെറിഡോളജി, പായലിനെക്കുറിച്ചുള്ള പഠനം, ബ്രയോളജി, ഉരകങ്ങളെക്കുറിച്ചുള്ള പഠനം, ഹെർപ്പറ്റോളജി, പാമ്പുകളെക്കുറിച്ചുള്ള പഠനം, ഓഫിയോളജി അല്ലെങ്കിൽ സെർപ്പൻറ്റോളജി, മത്സ്യങ്ങൾ, ഇക്തിയോളജി, പക്ഷികൾ, ഓർണിത്തോളജി, പക്ഷിക്കൂടുകൾ, കാലിയോളജി അല്ലെങ്കിൽ നിഡോളജി, ഷഡ്പദങ്ങൾ, എൻഡമോളജി, തിമിംഗലങ്ങൾ, സീറ്റോളജി, സസ്തനികളെക്കുറിച്ചുള്ള പഠനം, മാമോളജി, മുട്ടകളെക്കുറിച്ചുള്ള പഠനം, ഊളജി അല്ലെങ്കിൽ ഓവലോളജി, നായ്ക്കൾ, സൈനോളജി, കുതിരകളെക്കുറിച്ചുള്ള പഠനം,
ഹിപ്പോളജി ഉറുമ്പുകളെക്കുറിച്ചുള്ള പഠനം. മിർമക്കോളജി ചിലന്തികൾ. അരാക്നോളജി പല്ലികളെക്കുറിച്ചുള്ള പഠനം. സൗറോളജി ശുദ്ധജലത്തെക്കുറിച്ചുള്ള പഠനം. ലിംനോളജി ജീവികളും അവയുടെ ചുറ്റുപാടുകളും സംബന്ധിച്ച പഠനം. ഇക്കോളജി ജന്തുക്കളുടെ പെരുമാറ്റം സംബന്ധിച്ച പഠനം. എത്തോളജി വംശപാരമ്പര്യവും വ്യതിയാനവും സംബന്ധിച്ച പഠനം. ജെനറ്റിക്സ് ശരീരഘടന, അവയുടെ രൂപം എന്നിവയെ സംബന്ധിച്ച പഠനം. മോർഫോളജി നരവംശശാസ്ത്രം. ആന്ത്രപ്പോളജി ജലസംബന്ധ രോഗം. ഹൈഡ്രോപ്പതി ജീവികളുടെ പുറന്തോട് സംബന്ധിച്ച പഠനം. കോങ്കോളജി ഭൂമിയുടെ പുറത്തെ ജീവനെ സംബന്ധിച്ച പഠനം. എക്സോബയോളജി സസ്യവർഗ ഘടനയെക്കുറിച്ചുള്ള പഠനം. സൈനക്കോളജി മണ്ണ്, കൃഷിരീതി എന്നിവയെക്കുറിച്ചുള്ള പഠനം. അഗ്രോളജി പുല്ലുകളെക്കുറിച്ചുള്ള പഠനം. അഗ്രസ്റ്റോളജി വൃക്ഷങ്ങൾ. ഡെൻഡ്രോളജി വിത്തുകളെക്കുറിച്ചുള്ള പഠനം. പേമോളജി മണ്ണിനെക്കുറിച്ചുള്ള പഠനം. പെഡോളജി പൂക്കളെക്കുറിച്ചുള്ള പഠനം. ആന്തോളജി പഴങ്ങളെക്കുറിച്ചുള്ള പഠനം. പോമോളജി ധാന്യങ്ങളെക്കുറിച്ചുള്ള പഠനം. അഗ്രോണമി ഹൃദയം. കാർഡിയോളജി കരൾ. ഹെപ്പറ്റോളജി തലച്ചോറ്. ഫ്രിനോളജി തലയോട്ടിയെക്കുറിച്ചുള്ള പഠനം. ക്രേനിയോളജി വൃക്ക. നെഫ്രോളജി കണ്ണ്. ഒഫ്താൽമോളജി ചെവിയെക്കുറിച്ചുള്ള പഠനം. ഓട്ടോളജി മൂക്ക്. റൈനോളജി ത്വക്ക് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം. ഡെർമറ്റോളജി. അപ്പോൾ അടുത്ത ഒരു 5 കൂടെ നമുക്ക് പഠിക്കാം. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം. ഓസ്റ്റിയോളജി. കോശങ്ങളെക്കുറിച്ചുള്ള പഠനം. സൈറ്റോളജി. നാഡീകോശങ്ങൾ സംബന്ധിച്ച പഠനം. ന്യൂറോളജി. കലകൾ, അതായത് ടിഷ്യൂസിനെ കുറിച്ചുള്ള പഠനമാണ് ഹീസ്റ്റോളജി. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം. പതോളജി. അപ്പോൾ അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. അസ്ഥിയോളജി എന്ന് പഠിച്ചാൽ മതി, അപ്പോൾ എളുപ്പം ഓർക്കാൻ സാധിക്കും. അപ്പോൾ അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. കോശങ്ങളെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി. നാഡീകോശങ്ങൾ സംബന്ധിച്ച പഠനം ന്യൂറോളജി. കലകൾ ഹിസ്റ്റോളജി. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പതോളജി. റിപ്പീറ്റ് ചെയ്യുന്നു: അസ്ഥികൾ ഓസ്റ്റിയോളജി, കോശങ്ങളെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി, നാഡീകോശങ്ങൾ ന്യൂറോളജി, കലകൾ ഹിസ്റ്റോളജി, രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പതോളജി. റിപ്പീറ്റ് ചെയ്യുന്നു: അസ്ഥികൾ ഓസ്റ്റിയോളജി, കോശങ്ങൾ സൈറ്റോളജി, നാഡീകോശങ്ങൾ ന്യൂറോളജി, കലകൾ ഹിസ്റ്റോളജി, രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പതോളജി. അപ്പോൾ ഇത്രയും നമുക്കൊന്ന് കാണാൻ നോക്കാം. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി, കോശങ്ങൾ സൈറ്റോളജി, നാഡീകോശങ്ങളെക്കുറിച്ചുള്ള പഠനം ന്യൂറോളജി, കലകൾ ഹിസ്റ്റോളജി, രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പതോളജി. അടുത്തത് നമ്മൾ പഠിച്ചിരുന്നത് കണ്ടുപിടുത്തങ്ങളും അവ കണ്ടുപിടിച്ചവരെയും കുറിച്ചായിരുന്നു. അതൊന്ന് നോക്കാം. വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാർ. ന്യൂട്രോൺ ബോംബ് സാമുവൽ കോഹൻ. മോട്ടോർ സൈക്കിൾ ഡയമലർ. സൈക്കിൾ കണ്ടുപിടിച്ചത് മക്മില്ലൻ. സൈക്കിൾ ടയർ ജോൺ ഡൺലപ്പ്. ക്യാമറ കണ്ടുപിടിച്ചത് വാൾക്കർ ഈസ്റ്റ്മാൻ. ബോൾ പോയിൻ്റ് പെൻ ജോൺ ലൗഡ്. ഫൗണ്ടൻ പെൻ കണ്ടുപിടിച്ചത് വാട്ടർമാൻ. പെട്രോൾ കാർ കാൾ ബെൻസ്. CT സ്കാൻ കണ്ടുപിടിച്ചത് ഹൗൺസ്ഫീൽഡ്. ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചത് റുഡോൾഫ് ഡീസൽ. ജെറ്റ് എഞ്ചിൻ ഫ്രാങ്ക് വിറ്റിൽ. ലിഫ്റ്റ് കണ്ടുപിടിച്ചത് എലീഷ ഓട്ടിസ്. ലോഗരിതം ജോൺ നേപ്പിയർ. മെഷീൻ ഗൺ കണ്ടുപിടിച്ചത് റിച്ചാർഡ് ഗാഡ്ലിംഗ്. പിസ്റ്റൾ കണ്ടുപിടിച്ചത് സാമുവൽ കോൾട്ട്. സിനിമ പ്രൊജക്ടർ തോമസ് ആൽവ എഡിസൺ. ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ചെസ്റ്റർ കാൾസ്റ്റൺ. അച്ചടി കണ്ടുപിടിച്ചത് ഗുട്ടൻബർഗ്. കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ചത് വില്യാർഡ് ലിബി. സേഫ്റ്റി പിൻ വാൾട്ടർ ഹണ്ട്. സേഫ്റ്റി ലാമ്പ് ഹംഫ്രി ഡേവി. ആവിയന്ത്രം ജെയിംസ് വാട്ട്. റെയിൽവേ എഞ്ചിൻ കണ്ടുപിടിച്ചത് ജോർജ് സ്റ്റീഫൻസൺ. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാരി ബ്രയർലി. എക്സ്റേ കണ്ടുപിടിച്ചത് റോൺജൺ. ബാറ്ററി അലക്സാണ്ടർ വോൾട്ട. എയർ കണ്ടീഷൻ കണ്ടുപിടിച്ചത് കാരിയർ. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഫ്രിഡ്ജ് കണ്ടുപിടിച്ചത് ജെയിംസ് ഹാരിസൺ. ആൽഫ ബീറ്റ കണങ്ങൾ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്. ഗാമ കണങ്ങൾ കണ്ടുപിടിച്ചത് പോൾ യു വില്ലാഡ്. ടെലിസ്കോപ്പ് ഹാൻസ് ലിപ്പർഷെ. മൈക്രോസ്കോപ്പ് സക്രിയാസ് ജാൻസൺ. കലൈഡോസ്കോപ്പ് കണ്ടുപിടിച്ചത് ഡേവിഡ് ബ്ലൂസ്റ്റൺ. റിഫ്ലക്സീവ് ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചത് ഐസക് ന്യൂട്ടൺ. ഡൈനമിറ്റ് ആൽഫ്രഡ് നൊബേൽ. ആസ്പിരിൻ കണ്ടുപിടിച്ചത് ഫെലിക്സ് ഹോഫ്മാൻ. ലേസർ
തിയോഡോർ മെയ്മാൻ കണ്ണട കണ്ടുപിടിച്ചത്. സാൽവിനോ ഡി അൽമേറ്റ ടെലിഫോൺ കണ്ടുപിടിച്ചത്. അലക്സാണ്ടർ ഗ്രഹാം ബെൽ ടെലിഗ്രാഫ് കണ്ടുപിടിച്ചത്. സാമുവൽ മോഡ്സ് ഗ്രാമഫോൺ. തോമസ് ആൽവ എഡിസൺ ടെലിവിഷൻ കണ്ടുപിടിച്ചത്. ജോൺ എൽ ബേഡ് മൈക്രോഫോൺ. ഗ്രഹാം ബെൽ ഫാക്സ് മെഷീൻ കണ്ടുപിടിച്ചത്. അലക്സാണ്ടർ ബ്രെയിൻ വയർലെസ് അല്ലെങ്കിൽ റേഡിയോ കണ്ടുപിടിച്ചത്. മാർക്കോണി തീപ്പെട്ടി കണ്ടുപിടിച്ചത്. ജോൺ വാക്കർ അമോണിയ കണ്ടുപിടിച്ചത്. ഫ്രിറ്റ്സ് ഹേബർ DDT. പോൾ മുള്ളർ സിമൻറ്റ് കണ്ടുപിടിച്ചത്. ജോസഫ് ആസ്പിഡിൻ. അപ്പോൾ നമുക്ക് പുതിയൊരു അഞ്ചെണ്ണം കൂടെ നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ചത് ജോസഫ് ബ്ലാക്ക്. ബെൻസീൻ വാതകം കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡേ. ബ്ലീച്ചിങ് പൗഡർ ചാൾസ് ടെനൻറ്റ്. വൈദ്യുത വിശ്ലേഷണം കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡേ. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. റിപ്പീറ്റ് ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ജോസഫ് ബ്ലാക്ക്. ബെൻസീൻ വാതകം മൈക്കൽ ഫാരഡേ. ബ്ലീച്ചിങ് പൗഡർ ചാൾസ് ടെനൻറ്റ്. വൈദ്യുതി വിശ്ലേഷണം കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡേ. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. റിപ്പീറ്റ് ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ജോസഫ് ബ്ലാക്ക്. ബെൻസീൻ വാതകം മൈക്കൽ ഫാരഡേ. ബ്ലീച്ചിങ് പൗഡർ കണ്ടുപിടിച്ചത് ചാൾസ് ടെനൻറ്റ്. വൈദ്യുതി വിശ്ലേഷണം കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡേ. ആറ്റം ജോൺ ഡാൾട്ടൺ. റിപ്പീറ്റ് ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ജോസഫ് ബ്ലാക്ക്. ബെൻസീൻ വാതകം മൈക്കൽ ഫാരഡേ. ബ്ലീച്ചിങ് പൗഡർ ചാൾസ് ടെനൻറ്റ്. വൈദ്യുതി വിശ്ലേഷണം കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡേ. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. ബെൻസീൻ വാതകം കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡേയാണ്. ബെൻസീൻ ഹെക്സാക്ലോറൈഡ് എന്നുള്ളതാണ് ഉറുമ്പുപൊടിയുടെ ശാസ്ത്രീയ നാമം. അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് ബെൻസീൻ ഹെക്സാക്ലോറൈഡ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ബെൻസീൻ വാതകവും BHCയും കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡേ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത്രയൊന്ന് കാണാതെ നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് ജോസഫ് ബ്ലാക്ക്. ബെൻസീൻ വാതകം മൈക്കൽ ഫാരഡേ. ബ്ലീച്ചിങ് പൗഡർ കണ്ടുപിടിച്ചത് ചാൾസ് ടെനൻറ്റ്. വൈദ്യുതി വിശ്ലേഷണം മൈക്കൽ ഫാരഡേ. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. അടുത്തത് നമ്മൾ പഠിച്ചിരുന്നത് ശാസ്ത്രീയ നാമങ്ങളാണ്. ശാസ്ത്രീയ നാമങ്ങൾ റിപ്പീറ്റ് ചെയ്യാം. തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം കൊക്കോസ് ന്യൂസിഫറ മാവ്. മാഞ്ചിഫറ ഇൻഡിക്ക. കണിക്കൊന്ന കാസിയ ഫിസ്റ്റുല. നെല്ല് ഒറൈസ സറ്റൈവ. മരച്ചീനി മാനിഹോട്ട് യൂട്ടിലിസിമ. കമുക് അരക്ക കാറ്റച്ചു. റബ്ബർ ഹെവിയ ബ്രസീലിയൻസിസ്. നെല്ലി എംബ്ലിക്ക ഒഫിഷ്യനേൽ. ഇഞ്ചി ജിഞ്ചിബർ ഒഫിഷ്യനേൽ. സർപ്പഗന്ധി സർപ്പൻറ്റീന കോർഡിഫോളിയ. കീഴാർ നെല്ലി ഫിലാൻഡസ് നിരൂരി. ഏലം ഏലറ്റേറിയ കാർഡമോമം. ചുവന്നുള്ളി അലിയം സെപ്പ. കസ്തൂരി മഞ്ഞൾ കുർക്കുമ ആരോമാറ്റിക്ക. കറ്റാർവാഴ അലോവേര. അത്തി ഫൈക്കസ് ഗ്ലോമറേറ്റ. ഇത്തി ഫൈക്കസ് ഗീബോസ. ആവണക്ക് റിസിനസ് കമ്മ്യൂണിസ്. മുന്തിരി വിറ്റീസ് വിനിഫറ. ഗോതമ്പ് ട്രൈറ്റിക്കം എസ്റ്റേവം. പരുത്തി ഗോസിപ്പിയം ഹിർത്തൂസം. ചേമ്പ് കൊളക്കേഷ്യ എസ്കുലൻഡ. കാച്ചിൽ ഡയസ്കോറിയ അലാറ്റ. ചക്ക അഥവാ പ്ലാവ് ആർട്ടോകാർപ്പസ് ഹെട്രോഫിലസ്. ചേന അമോർഫോഫാലസ് കമ്പാനുലേറ്റസ്. വഴുതന സൊളാനം മെലോഞ്ചിന. ഉരുളക്കിഴങ്ങ് സൊളാനം ട്യൂബറസം. തക്കാളി സൊളാനം ലൈക്കോപെർസിക്കം. പയർ വിഗ്ന അൻക്വിക്കുലേറ്റ. ക്യാബേജ് ബ്രാസിക്ക ഒളിറേസിയ. ആടലോടകം ആടത്തോട വസീക്കനീസ്. അശോകം സറാക്ക ഇൻഡിക്ക. വേപ്പ് അസഡറാക്റ്റ ഇൻഡിക്ക. പേരാൽ ഫൈക്കസ് ബംഗാളൻസിസ്. അരയാൽ ഫൈക്കസ് റിലീജിയോസ. ചെമ്പരത്തി ഹിബിസ്കസ് റോസസിനൻസിസ്. മുത്തങ്ങ സൈപ്രസ് റോട്ടണ്ടസ്. താമര നിലമ്പം സ്പീഷിയോസം. മരവാഴ വണ്ട സ്പാത്തുലേറ്റ. നീലക്കുറിഞ്ഞി സ്ട്രോബിലാന്തസ് കുന്തിയാന. തേയില കമലിയ സിനൻസിസ്. തുമ്പ ലൂക്കാസ് ആസ്പെറ. തൊട്ടാവാടി മൈമോസ പൂടിക്ക. തുളസി ഓസിമം സാങ്ക്ടം. 4 മണിപ്പൂവ് മിറാബിലസ് ജലപ്പ. കുരുമുളക് പെപ്പർ നൈഗ്രം. കശുമാവ് അനാർക്കാഡിയം ഓസിഡൻറ്റിൽ. കരിമ്പ് സക്കാരം ഒഫിസിനാരം. ആപ്പിൾ മാലസ് ഡൊമസ്റ്റിക്ക. നാരങ്ങ സിട്രസ് ലിമൺ.
അപ്പോൾ നമ്മൾ ശാസ്ത്രീയ നാമങ്ങളിലെ സസ്യങ്ങളുടെ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. നമുക്കിനി ജന്തുക്കളുടെ ശാസ്ത്രീയ നാമങ്ങൾ കൂടി ഇതിനോടൊപ്പം പഠിക്കാം. ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ സിംഹത്തിൻ്റെ ശാസ്ത്രീയ നാമം പാന്ത്രാ ലിയോ, കടുവ പാന്ത്രാ ടൈഗ്രിസ്, പട്ടി കാനിസ് ഫെമിലിയാരിസ്, പൂച്ചയുടെ ശാസ്ത്രീയ നാമം ഫെലിസ് ഡൊമസ്റ്റിക്ക, ആന എലിഫസ് മാക്സിമസ്. റിപ്പീറ്റ് ചെയ്യുന്നു: സിംഹം പാന്ത്രാ ലിയോ, കടുവ പാന്ത്രാ ടൈഗ്രിസ്, പട്ടിയുടെ ശാസ്ത്രീയ നാമം കാനിസ് ഫെമിലിയാരിസ്, പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്ക, ആന എലിഫസ് മാക്സിമസ്. റിപ്പീറ്റ് ചെയ്യുന്നു: സിംഹം പാന്ത്രാ ലിയോ, കടുവ പാന്ത്രാ ടൈഗ്രിസ്, പട്ടി കാനിസ് ഫെമിലിയാരിസ്, പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്ക, ആന എലിഫസ് മാക്സിമസ്. റിപ്പീറ്റ് ചെയ്യുന്നു: സിംഹം പാന്ത്രാ ലിയോ, കടുവ പാന്ത്രാ ടൈഗ്രിസ്, പട്ടി കാനിസ് ഫെമിലിയാരിസ്, പൂച്ചയുടെ ശാസ്ത്രീയ നാമം ഫെലിസ് ഡൊമസ്റ്റിക്ക, ആന എലിഫസ് മാക്സിമസ്. അപ്പോൾ നമുക്ക് ഇത്രയൊന്ന് കാണാതെ നോക്കാം. സിംഹത്തിൻ്റെ ശാസ്ത്രീയ നാമം പാന്ത്രാ ലിയോ, കടുവ പാന്ത്രാ ടൈഗ്രിസ്, പട്ടി കാനിസ് ഫെമിലിയാരിസ്, പൂച്ചയുടെ ശാസ്ത്രീയ നാമം ഫെലിസ് ഡൊമസ്റ്റിക്ക, ആന എലിഫസ് മാക്സിമസ്. അടുത്ത നമ്മൾ പഠിച്ചിരുന്നത് രാജ്യങ്ങളും അവയുടെ തലസ്ഥാനങ്ങളുമാണ്. നമുക്കത് റിപ്പീറ്റ് ചെയ്യാം. അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനം കാബൂൾ, അർമേനിയ. യെരേവൻ അൽബേനിയ. ടിരാന ഓസ്ട്രേലിയ. കാൻബറ അസർബൈജാൻ. ബാക്കു അങ്കോള. ലുവാണ്ട അമേരിക്ക. വാഷിങ്ടൺ DC അണ്ടോറ ലാവെല അയർലൻഡ്. ഡബ്ലിൻ അർജൻറ്റീന. ബ്യൂണസ് അയേഴ്സ് അൽജിയേഴ്സ് ബ്രസീലിൻ്റെ തലസ്ഥാനം ബ്രസീലിയ. ബ്രൂണൈ. ബെന്തർസരി ബെഗവൻ ബോട്സ്വാന. ഗ്യാബറോൺ ബെൽജിയത്തിൻ്റെ തലസ്ഥാനം ബ്രസൽസ് ബൊളീവിയ. ലാപാസ് ബെലാറസ്. മിൻസ്ക് ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനം ധാക്ക ബോസ്നിയ ആൻഡ് ഹെർസഗോവിന. സരയേവോ ബൾഗേറിയയുടെ തലസ്ഥാനം സോഫിയ. ബുർക്കിന ഫാസോ ഔഗഡോഗു ബഹ്റൈൻ. മനാമ ഭൂട്ടാൻ. തിമ്പു ബുറുണ്ടിയുടെ തലസ്ഥാനം ബുജുംബുറ ചൈന. ബെയ്ജിംഗ് ചിലിയുടെ തലസ്ഥാനം. സാന്റിയാഗോ ചെക്ക് റിപ്പബ്ലിക്. പ്രാഗ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. കിൻസാസ ഡെൻമാർക്കിൻ്റെ തലസ്ഥാനം. കോപ്പൻഹേഗൻ ഈജിപ്ത്. കെയ്റോ ഇറ്റലി. റോം ഇംഗ്ലണ്ടിൻ്റെ തലസ്ഥാനം. ലണ്ടൻ ഇക്വഡോർ. ക്വിറ്റോ ഇസ്രായേലിൻ്റെ തലസ്ഥാനം. ജെറുസലേം ഇറാഖ്. ബാഗ്ദാദ് ഇന്തോനേഷ്യ. ജക്കാർത്ത ഇറാൻ. ടെഹ്റാൻ ഐവറി കോസ്റ്റിൻ്റെ തലസ്ഥാനം. യാമൂസുക്രോ എത്യോപ്യ. ആഡിസ് അബാബ എറിത്രിയ. അസ്മാറ എസ്റ്റോണിയ. ടാലിൻ ഫിൻലാൻഡിൻ്റെ തലസ്ഥാനം. ഹെൽസിങ്കി ഫ്രാൻസ്. പാരീസ് ഫിജി. സുവ ജപ്പാൻ്റെ തലസ്ഥാനം. ടോക്കിയോ ജോർദാൻ. അമാൻ ജമൈക്ക. കിങ്സ്റ്റൺ ജർമ്മനിയുടെ തലസ്ഥാനം. ബെർലിൻ ജോർജിയയുടെ തലസ്ഥാനം. ടിബിലിസി ഹംഗറി. ബുഡാപെസ്റ്റ്. പുതിയൊരു അഞ്ചെണ്ണം കൂടെ പഠിക്കാം. ഹോങ്കോങ്ങിൻ്റെ തലസ്ഥാനം വിക്ടോറിയ. ഗ്രീസ് ഏഥൻസ്. ഗാബോണിൻ്റെ തലസ്ഥാനം ലിബ്രവില്ല. ഗിനിയ കൊനാക്രി. ഗിനിയ ബിസാവുവിൻ്റെ തലസ്ഥാനം ബിസാവു. ഹോങ്കോങ് വിക്ടോറിയ ഗ്രീസ് ഏഥൻസ് ഗാബോൺ ലിബ്രവില്ല ഗിനിയ കൊനാക്രി ഗിനിയ ബിസാവു ബിസാവു. റിപ്പീറ്റ് ചെയ്യുന്നു: ഹോങ്കോങ് വിക്ടോറിയ ഗ്രീസ് ഏഥൻസ് ഗാബോൺ ലിബ്രവില്ല ഗിനിയ കൊനാക്രി ഗിനിയ ബിസാവു ബിസാവു. റിപ്പീറ്റ് ചെയ്യുന്നു, കൂട്ടത്തിൽ പറയുക: ഹോങ്കോങ് വിക്ടോറിയ ഗ്രീസ് ഏഥൻസ് ഗാബോൺ ലിബ്രവില്ല ഗിനിയ കൊനാക്രി ഗിനിയ ബിസാവു ബിസാവു. അപ്പോൾ ഇതുവരെയുള്ളത് നമുക്കൊന്ന് കാണാൻ നോക്കാം.
ഹോങ്കോങ്ങിൻ്റെ തലസ്ഥാനം വിക്ടോറിയ. ഗ്രീസ് ഏഥൻസ്. ഗാബോൺ ലിബ്രവില്ല. ഗിനിയയുടെ തലസ്ഥാനം ഗിനിയ കൊനാക്രി. ഗിനിയ ബിസാവുവിൻ്റെ തലസ്ഥാനം ബിസാവു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളിത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. എല്ലാവർക്കും വളരെ നന്ദി.